നമ്മളുടെ ആവശ്യങ്ങൾ ഭരണഘടനാപരമായിട്ട് നൽകേണ്ടത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സർക്കാരാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സർക്കാർ. അവർ ചെയ്യാതെ വരുന്നിടത്താണ് ഇതുപോലുള്ള മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഇടപെടേണ്ടി വരുന്നത്. ഇപ്പൊ വാർഡിൽ വെള്ളമില്ല, വൈദ്യുതിയില്ല, റോഡില്ല, വിദ്യാഭ്യാസം ചെയ്തവർക്ക് തൊഴിലില്ല, അല്ലെ എത്ര പേരുണ്ട് നിർധനരായിട്ടുള്ളവർ. ഇതൊന്നും അന്വേഷിക്കാൻ നമ്മളുടെ ഇന്നത്തെ വാർഡ് മെമ്പർമാർക്കൊന്നും സമയമില്ല. ആ സാഹചര്യത്തിലാണ് നമ്മളുടെ പ്രവർത്തനം എന്തെന്ന് ഈ സംഘടനയുടെ ബേസ് അതാണ്. അപ്പോൾ ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കണമെങ്കിൽ ഒരാളെ കൊണ്ട് പറ്റില്ല, ഐഡിയ ഉണ്ടാവാം. അപ്പോൾ നമ്മൾക്ക് ഇതിനൊരു ലീഗൽ അഡ്വൈസറി ബോർഡ് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ 2008-2010 കാലയളവിൽ ശ്രീ PDT ആചാര്യ, അന്ന് ലോകസഭയുടെ സെക്രട്ടറിയാണ്, സർവീസിൽ ഇരിക്കുന്ന കാലം. ഞാൻ എൻ്റെ ആശയങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം നമ്മളുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ശ്രീ R. രാമചന്ദ്രൻ നായർ IAS-നോടും ഇങ്ങനെ ഒരു അവസ്ഥയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്നുള്ള വാഗ്ദാനത്തിന്റെ പേരിലാണ് ഈ സംഘടനയ്ക്ക് ഒരു രൂപം നമ്മൾ കൊണ്ടുവന്നത്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന സംഘടന ഏകദേശം എന്താണെന്നൊരു രൂപം നമ്മുടെ ബഹുമാന്യനായ നാഷണൽ പ്രസിഡന്റിന്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന പ്രസ്ഥാനം അതിനുവേണ്ടി നിലകൊള്ളുന്നു. പലപ്പോഴും നമുക്കറിയാം, മൂല്യച്യുതി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നല്ലത് ചെയ്യുന്നവർക്ക് അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതേസമയം വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അത് വേണ്ടതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതിന് കയ്യടി ഏറെ കിട്ടും. ഇത്രയും വർഷമായി, അതായത് 17 വർഷമായിട്ടും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന സംഘടന ഇത്രയും ആർജവത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ നിലകൊള്ളണമെങ്കിൽ ആ സംഘടനയ്ക്ക് ഒരു സത്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പലപ്പോഴും പല പ്രശ്നങ്ങളിലും ഇടപെടുമ്പോൾ നമ്മൾക്കൊക്കെ അറിയാം, നമ്മളുടെ ജനകീയ വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടെങ്കിലേ സാധാരണക്കാർക്ക് നീതി കിട്ടുകയുള്ളൂ. സാധാരണക്കാർക്ക് നീതി കിട്ടുക എന്നുള്ളത് ഒരു വലിയ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഓരോ ജില്ലയിലും ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുമ്പോൾ നമ്മൾ സത്യസന്ധമായി നീതിയുക്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ഗുണം നമ്മളിലൊക്കെ ഒരു അടുത്ത ഒരു പുണ്യമായി തന്നെ വന്നു ചേരും എന്നുള്ളത് വളരെ സത്യമാണ്. നമ്മുടെ രാജ്യത്ത് 25.5 കോടി രൂപ തികച്ചും സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതി നിലവിലുണ്ട് എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? സംസ്ഥാന സർക്കാരിന്റെ ബമ്പർ ലോട്ടറി 500 രൂപ കൊടുത്ത് അടിച്ചാൽ അടിച്ചു, ഇല്ലെങ്കിൽ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഊട്ടി എന്നൊക്കെ പറയുന്നമാര് കിട്ടിയാൽ കിട്ടി, ഓരോറപ്പുമില്ല. എന്നാൽ അപേക്ഷകരില്ലാത്തത് കൊണ്ട് മാത്രം കൊടുക്കാൻ പറ്റാത്ത ഒരു വലിയ തുക 25,50,00,000 രൂപ. അവിടെ അടിച്ചാൽ 12 കോടിയെ കിട്ടും. ഇവിടെ നിങ്ങൾ അപേക്ഷിച്ചാൽ നിങ്ങളതിന് അർഹതയുണ്ടെങ്കിൽ 25,50,00,000 രൂപ കിട്ടുന്ന ഒരു പദ്ധതി രാജ്യത്തുണ്ട്. എത്ര വർഷമായിട്ടുണ്ടെന്നറിയോ? കഴിഞ്ഞ 25 വർഷമായിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത്, നമ്മളിൽ പലരും ഇത് കേട്ടിട്ട് തന്നെ ഇല്ല, ഈ പദ്ധതിയുടെ പേര് കേട്ടിട്ടില്ല. 2000-ാം ആണ്ടിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വന്നൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പേര് MSCD, മൈക്രോ സ്മോൾ എന്റർപ്രൈസസ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഞാൻ ഇത്ര ആധികാരികമായി അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ധാരാളം ക്ലസ്റ്ററുകൾ നമ്മുടെ കേരള സംസ്ഥാനത്തിലുണ്ട്, മഹാരാജ്യത്തിലുമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ, ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്, കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ മേഖലയിലുള്ള ഒരു ക്ലസ്റ്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഞാൻ. മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസുകളുടെ ഒരു കൂട്ടായ്മയെ സഹായിക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ MSME മന്ത്രാലയം കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. 10 കോടി രൂപ വരെ ഇന്ന് റിസർവ് ബാങ്കിന്റെ കീഴിൽ ഇന്ത്യയിലുള്ള, കേരളത്തിലല്ല, ഇന്ത്യയിൽ RBIയുടെ കീഴിലുള്ള ഏതൊരു ബാങ്കിൽ നിന്നും 10 കോടി രൂപ വരെ ഒരു ജാമ്യവും
കിട്ടാതെ കൊടുക്കാതെ വാങ്ങിക്കുവാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ പേര് CGTMS എന്നാണ്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്തരം പദ്ധതികളെ മനസ്സിലാക്കുക, ഇത്തരം പദ്ധതികൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് തീരുമാനിക്കുക. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മറ്റുള്ള ആൾക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നുവോ അത്രയും നമ്മൾ സംരക്ഷിക്കപ്പെടും. നമ്മൾ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് കിട്ടിയെന്ന് വരത്തില്ല. ആദരണീയനായ ദേശീയ പ്രസിഡന്റ് മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതവും സമയവും ഒഴിഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്, ഈ പ്രപഞ്ചത്തിന്റെ സത്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉപകാരപ്പെടുന്തോറും നമ്മൾ കൂടുതൽ സുരക്ഷിതരാകും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്കൊന്ന് HRPM ഇടപെടേണ്ടി വരും. ഈ വിദ്യാഭ്യാസ സമ്പ്രദായം പൊട്ടത്തെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പേർ എന്നോട് ചോദിക്കും, കുറെ പേർ എന്നോട് ദേഷ്യപ്പെടും. വിദ്യാഭ്യാസം എന്തിനാന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞ ശേഷം ഒരു ജോലിക്ക് ഉപകരിക്കുമെന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കുടുംബത്തിനോ സമൂഹത്തിനോ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസം ഇല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് മെയ്യിൽ ഒരു ലണ്ടൻ യാത്ര പുറപ്പെട്ടിരുന്നു. ലണ്ടനിൽ പോകുമ്പോൾ ആ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആദരണീയനായ NK പ്രേമചന്ദ്രൻ MP, നിങ്ങൾക്ക് ഏറ്റവും നല്ല പാർലമെന്ററി അവാർഡ് കിട്ടിയുള്ളതാണ്. അദ്ദേഹം ഞാൻ ഒരു സീറ്റിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹം പറയും, ഇവിടെ എത്ര വൃത്തിയാണ് ഇല്ലേ ഷാ? ഞാൻ പറയാം യെസ് സാർ. എന്നിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം നമ്മുടെ നാട് ഇതെന്നാവും? ഒരു രാഷ്ട്രീയത്തിന്റെ നേതാവ് എന്നോട് ചോദിക്കണം, 20-25 വർഷമായിട്ട് ഇങ്ങനെ പാർലമെന്റിലാണ്, അദ്ദേഹത്തിന് പോലും ആശങ്കയാണ് ഇത് നന്നാകുമോ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുള്ളൂ, ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കുറച്ച് പ്രായം അവർക്ക് ശീലങ്ങളായിപ്പോയി. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ റോഡിലെടുത്ത് ശീലമായിപ്പോയി, ഇത് മാറണം വലിയ പാടാണ്. അതുകൊണ്ട് വരുന്ന തലമുറയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. എഡ്യൂക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എഡ്യൂസ് എന്ന് വെച്ചാൽ പുള്ളിങ് ഔട്ട് എന്നാണ്. ഉള്ളിലിരിക്കുന്നതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ പേരാണ് എഡ്യൂക്കേഷൻ. പക്ഷെ നമ്മൾക്കൊക്കെ പുറത്തുനിന്ന് അകത്തോട്ട് തള്ളിവിടുകയായിരുന്നില്ലേ? എനിക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന തലത്തിൽ 67 നേതാക്കളാണ് നയിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഈ ബോർഡ്, ഒരു സൈൻ ബോർഡ് അറ്റ് എ ടൈം ഈ 67 സ്ഥാപനങ്ങളിൽ സ്ഥാപിതമാക്കും. That itself gives certain advertisement. ആർക്കൊക്കെ ഇതിന് ആവശ്യമുണ്ടാകുന്നോ അവർ ആ സെന്ററിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയും. സോ വി ക്യാൻ കളക്ട് ദാറ്റ് ഡീറ്റെയിൽസ്. അത് മുകളിലോട്ട് വിട്ടിട്ട് സംസ്ഥാന തലത്തിലും നാഷണൽ ലെവലിലും എത്തിക്കുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും നമുക്ക്. ഇതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ മിനിമം ആവറേജ് ഒരു 700 to 1000 ആൾക്കാർ നമുക്ക് കൂടാം. അപ്പോൾ ആ സ്ഥാപിതമാകുന്ന ബോർഡ് ഒരു വർഷം എത്ര പേര് കാണും? അപ്പോൾ നമുക്ക് ഫീൽഡിൽ കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ട് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും ഇത് നല്ല രീതിയിൽ ഒരു 6 മാസം കൊണ്ട് ഇതിന്റെ കഴിവ് തെളിയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലും മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുകയാണ്. നമ്മളുടെ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാൽ, അതുപോലെ തന്നെ ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാൽ, അവിടെ എല്ലാം നമുക്ക് സമൂഹത്തിൽ മനുഷ്യാവകാശത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരുമില്ലാത്ത ഒരു സ്ഥിതിയാണ്. അങ്ങനെയുള്ളവരുടെ അവകാശങ്ങൾ കുടില് തൊട്ട് കൊട്ടാരം വരെ ഏറ്റെടുക്കുന്ന സംഘടനയായിട്ട് നമ്മുടെ സംഘടന ശോഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരം ദൗത്യം ഏൽപ്പിച്ച സ്ഥിതിക്ക് അതേക്കുറിച്ച് പഠിച്ച് പണിക്കർ സാറിന്റെ കൂടെ വലങ്കായി ഞങ്ങൾ ഓഡിറ്റ് ഓണേഴ്സ് അസോസിയേഷനിലും എൻറോൾ അതായിരുന്നു. അദ്ദേഹത്തിന് വലങ്കയായി നിന്ന് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് ഈ സംഘടന ഞങ്ങൾ വളർത്തിയെടുത്തത്. ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് സാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഘടനയിൽ അതിൻ്റെ ഒരു വളർച്ചയും അതിൻ്റെ ഒരു പ്രവർത്തനവും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. നല്ല വിശ്വാസമുണ്ട്. അതിന് എന്നേക്കാൾ കഴിവത് ഞാനും അതിനകത്തൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതായിരിക്കുന്നു പ്രോമിസ് ചെയ്യുന്നു. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മേഖലയാണ് പൊതുപ്രവർത്തനം. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനകത്തിൽ വന്നതോടുകൂടി പ്രോജക്റ്റിൽ വരാനായിട്ട് ഇപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു 36,000 കോടി അലോക്കേറ്റ് ചെയ്ത് നമുക്ക് പമ്പ് സ്റ്റോറേജിന് വന്നു.
നമ്മുടെ സ്റ്റേറ്റ് അത് എടുത്തില്ല. ബാക്കി കർണാടക എടുത്തു, മഹാരാഷ്ട്ര എടുത്തു, ജാർഖണ്ഡ് എടുത്തു. ഒരു ഓഫീസർ കയറ്റുന്നതിനെല്ലാം കേരളം മാത്രം എടുത്തില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ 6000 ചില്ലുവാനും മെഗാവാട്ട് നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ തടസ്സങ്ങളുണ്ട്. അപ്പൊ നമ്മൾ HRPMന്റെ ആൾക്കാര്, എൻ്റെ ഒരു റിക്വസ്റ്റ്, ഈ പ്രോജക്റ്റുകൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ നിന്ന് എതിർപ്പുകളെ മാറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമാണ്. അതിൻ്റെ ഒരു ആവശ്യം കൂടെ നമ്മൾ എടുക്കണം. എന്നാലേ നമ്മുടെ നാടിന് മുന്നേറാൻ പറ്റത്തുള്ളൂ. HRPM കഴിഞ്ഞ 15 വർഷക്കാലം വിവിധ നിലകളിൽ, വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്നാൽ പലപ്പോഴും വീഴ്ചകളും വളർച്ചകളും ഒക്കെയും ഉണ്ടായിട്ടുള്ളപ്പോഴും തകർന്നു പോകാതെ പിടിച്ചു നിന്നത് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടാണ്. HRPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ ബാഡ്ജുമായി നമ്മൾ ദുരുപയോഗം ചെയ്യുവാനായിട്ട് ഒരിക്കലും പാടുള്ളതല്ല. കാരണം നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ മെമ്പറാണ് എന്ന് പറഞ്ഞ് ഇത് വിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറി നമ്മൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകും. നമ്മൾ ദേശീയ മനുഷ്യാവകാശ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ, ഒരു പ്രശ്നത്തിൽ നാം ഇടപെടുമ്പോൾ രണ്ട് കൂട്ടരെയും കേട്ടിട്ട് മാത്രമേ നമ്മളുടെ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പാടുള്ളൂ. നമ്മുടെ അയൽവക്കക്കാരൻ്റെ പ്രശ്നമായാലും, ഒരു ഓഫീസും ഒരു വ്യക്തിയുമായിട്ടുള്ള പ്രശ്നമായാലും, നമ്മളുടെ ഏത് പ്രശ്നത്തിൽ ഇടപെടുന്നുവോ, ഏത് പ്രശ്നത്തിൽ ഇടപെട്ടാലും രണ്ടുപേരെയും കേട്ടിട്ട് അതിന് ഉചിതമായ ഒരു തീരുമാനം എടുക്കത്തക്കവണ്ണം മാത്രമേ നമ്മൾ HRPMന്റെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് ഇടപെടാവൂ. ഒരു പക്ഷം പിടിച്ച് പ്രവർത്തിക്കുന്നത് അതാണ് നീതി നിഷേധം എന്ന് പറയുന്നത്. Understood his word that pratham to nag janma hi durlabh hai. To get the birth in India is itself a really very prestigious. Anyway, I will not talk so much, but believe on me, I am associated with first big clap for Prakash sir. He is divine light, I am telling you. Where is he? Sir, yes, he is in. And he is combined, because in Kerala it can be happen only where he is giving me the chance as a vice president working in human rights protection mission as a vice president. And today I am assuring on this platform that I will bring this organization, I will try to bring this organization on top of the level. In the World Human Rights Commission will take this organization. कर्मण्येवाधिकारस्ते मा फलेषु तदाचन ग्लानि भवति भारतस्य अविद्या नाम धर्मस्य। इस शब्द से जो है हमारा अंदर जो है कर्म करने की प्रधानता है। ह्यूमन राइट प्रोटेक्शन मिशन ने जो हमें मेंबरशिप बनाया, ज्वाइंट सेक्रेटरी पोस्ट दिया, और प्रकाश सर ने बिहार में आए, सम टाइम दिए, 6 मंथ सर से जुड़े हुए समय हुआ, और हमने 100 पीपल को ज्वाइन किया। और सर HRPM को हमने प्रोजेक्ट लाया हूँ, रोड अवेयरनेस प्रोग्राम, जिसमें सपोर्ट जो है ना अजय सर कर रहे हैं, नितिन गडकरी से फाइल आगे बढ़ गई है। यह बिहार, केरला और दिल्ली में 3 स्टेट में ये प्रोग्राम HRM के थ्रू होगा। और आप सभी से रिक्वेस्ट है कि आप HRPM को जो है ना मदद करें। നമുക്ക് നല്ലൊരു മനുഷ്യ അവകാശ പ്രവർത്തകനാകുന്നതിന് അക്കാഡമിക് ലെവലിൽ യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട. നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു മനുഷ്യാവകാശ പ്രവർത്തകനാകാൻ സാധിക്കും. അതിന് നമുക്ക് നിയമം ഒരു പ്രധാന ഘടകമാണ്. ഈ പറയുന്ന ഈ ആരായാലും ക്വാളിഫിക്കേഷൻ ഉണ്ട് ഇല്ല അതൊരു വിഷയമല്ല, പ്രായം ഒരു വിഷയമല്ല. നമുക്ക് അത്യാവശ്യം കുറച്ച് നിയമങ്ങളും കൂടി പഠിച്ചുകൊണ്ട് വേണം ഈ മനുഷ്യാവകാശ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന് തീർച്ചയായിട്ടും ഈ പുതിയ ഭാരവാഹിത്വം കേരളത്തിലെ ഓരോ ജില്ലകളിലും പുതിയ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ നിയമ ബോധവൽക്കരണ ക്ലാസുകൾ നൽകിക്കഴിഞ്ഞാൽ, അവരെ നല്ലൊരു മനുഷ്യാവകാശ പ്രവർത്തകനാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നന്നാകും. മാത്രമല്ല നമുക്ക് ഒരുപാട് ആൾക്കാരെ നന്നാക്കുവാനും നമുക്ക് പുതിയ ഒരു തലമുറയെ സൃഷ്ടിക്കുവാനും സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇന്നിവിടെ രൂപീകരിച്ച ഈ ഒരു സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു.
പുതിയതായിട്ടുള്ള ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റ് കമ്മിറ്റി ഒറ്റ നോട്ടത്തിൽ നല്ലൊരു കമ്മിറ്റിയാണെന്നാണ് എനിക്ക് ബോധ്യമായത്. ശ്രീ പണിക്കർ സാറ് ഒരു നല്ല മനുഷ്യനാണെന്നും അദ്ദേഹം കാര്യപ്രാപ്തിയുള്ള ഒരാളാണെന്നുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കമ്മിറ്റി HRPM ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ആശയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി.